ഇത് നമ്മുടെ കിലോ പേരയാണ്. അപ്പം നമ്മൾ ഇതിലൊരു എയർ ലെയറിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ തൈകളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നല്ല രീതിയിൽ കായ് പിടിക്കുന്ന ഒരു ടൈപ്പ് പേരയാണ് കേട്ടോ ഈ ഒരു കിലോ പേര. അപ്പം നമുക്ക് റിസൾട്ട് കാണാം. ഹായ്. അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ ഓരോരോ എയർ ലെയറിങ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റൂട്ടിംഗ് ബോളിനകത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത് ഇപ്പം നോക്കിയപ്പോൾ റൂട്ടിംഗ് ബോളിനകത്ത് ചെയ്തതിൻ്റെ പേരൊക്കെ നല്ല രീതിയിൽ പുറത്ത് കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കട്ട് ചെയ്തിട്ടേ നമുക്കത് മാറ്റി നടുകയും ചെയ്യാം, ചെയ്ത് വെച്ചതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് കായ് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പേര. അപ്പം മഴക്കാലത്താണേലും വേനൽക്കാലത്താണേലും ഒക്കെ ഒരുപാട് കായ് ഉണ്ടാകുന്നുണ്ട്. അതുമല്ല ഇതുപോലെ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പേരയാണേലും സപ്പോട്ടയാണേലും ഒക്കെ നമുക്ക് പുതിയ തൈകളൊക്കെ പിടിപ്പിച്ച് ഇനി നമുക്ക് ഒരുപാട് കായ് ചെയ്യുമ്പോൾ നമ്മുടെ പേരയൊക്കെ ചെറുതായിട്ടൊന്ന് മുരടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കായൊക്കെ കുറയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത തൈകൾ പിടിപ്പിച്ചെടുക്കാമല്ലോ. അപ്പം നമ്മുടെ പേരക്കൊക്കെ കണ്ടോ ഇപ്പം മഴയാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഞാൻ വാവൽ കൊണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കവറൊക്കെ ഇട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വേര് പിടിച്ച ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഞാൻ വിചാരിച്ചൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടു കൊടുക്കാനേ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടിയിലായിട്ട് കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കരിയിലൊക്കെ ഞാൻ ചാക്കിനകത്തോട്ട് കുറേശ്ശെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഏത് അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവും ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മെയിനായിട്ട് ചാണകപ്പൊടിയും കൂടെ. ചാണകപ്പൊടിയും നമ്മുടെ മണ്ണിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണും ചാണകപ്പൊടിയായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വേറെ ഇട്ട് കൊടുത്തത്. അപ്പം മണ്ണിട്ടതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേറൊന്നും ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് കുറച്ച് വേപ്പ് പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ല, ഒരു പിടി മാത്രം. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് പോട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പോട്ടി മിക്സിനകത്താണ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ചാണകപ്പൊടിയുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, അതുപോലെ തന്നെ ചകിരിച്ചോറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതും അതേപോലെ കുറച്ച് ഒരു പിടി മാത്രം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പേര് പിടിപ്പിച്ചെടുത്ത് നമ്മുടെ പേരയുടെ കമ്പ് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവശത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എത്രത്തോളം വേര് പിടിച്ചിട്ടുണ്ടെന്നും അറിയില്ല, നമുക്കൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കിയിട്ടും കൂടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഥവാ അത് ഓപ്പണായി പോയെങ്കിൽ പോകുമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റൂട്ടിംഗ് ബോളിനകത്താണ് ഇത് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം എത്രത്തോളം വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനകത്ത് വേണ്ടിയിട്ട് റൂട്ടിംഗ് ഹോർമോൺ തേച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, ആ റൂട്ടിംഗ് ഹോർമോൺ തേച്ച ഭാഗത്താണ് നമുക്ക് ഇതേപോലെ വേര് പിടിച്ച് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ ഈ റൂട്ടിംഗ് ഹോർമോൺ എവിടെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ അടുത്തുള്ള നേഴ്സറിയിൽ, അതായത് നമ്മൾ തൈകളൊക്കെ വാങ്ങുന്ന നേഴ്സറിയിലും കിട്ടും, അതുപോലെ തന്നെയാണെങ്കിൽ വളക്കടയിലും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യുവാണേലേ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ തൈയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് 2-3 ഇതുപോലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ആദ്യത്തേതൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെയാണ് 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ കായ് പിടിക്കും. പേരയാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും നമുക്കിതുപോലെ തൈ പിടിപ്പിക്കാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മുകളിലുള്ള കമ്പാണെങ്കിലും ഒന്ന് കട്ട് ചെയ്തു. അപ്പം നമുക്കിനി വേരൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ നല്ല തളുപ്പുകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ മുന്നേ ചെയ്ത് വെച്ച നമ്മുടെ പേരയുടേത് കണ്ടോ, ഇതേപോലെ തന്നെ ചെയ്ത് വേര് പിടിപ്പിച്ച് ചട്ടിയിലേക്ക് മാറ്റി നട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മുകൾ വശത്തെ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വീണ്ടും തളിർത്ത് ഇതേപോലെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, ബൈ.